വിദ്യാലയത്തിൻ്റെ ആകാശമിഠായി ഓൺലൈൻ കലോത്സവം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതുവരെയുള്ള എല്ലാ പരിപാടികളും നിങ്ങളെല്ലാവരും കാണുകയും വളരെയധികം ആസ്വദിക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ വളരെ വർണ്ണശബളമായ ഒരു പരിപാടിയാണ് ഇന്നത്തേത്. പ്രസംഗ മത്സരത്തിനും മോണോ ആക്ടിനും മത്സരിച്ച വിജയികളായവരുടെയും പങ്കെടുത്ത എല്ലാ കൂട്ടുകാരുടെയും പ്രകടനങ്ങൾ കാണാം. കൂടാതെ ഇന്ന് നാം അനുസ്മരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൻ്റെ കരുത്തുറ്റ വനിതാ ശബ്ദമായ ശ്രീമതി KR ഗൗരിയമ്മയാണ്. KR ഗൗരിയമ്മ എന്ന വിപ്ലവ നായിക ഇനി ഓർമ്മകളിലെ ചുവപ്പ് നക്ഷത്രം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മറ്റൊരു വനിതയ്ക്കും അവകാശപ്പെടാൻ കഴിയാത്തത്ര റെക്കോർഡുകൾക്ക് ഉടമയാണ് KR ഗൗരിയമ്മ. ഈ കോവിഡ് കാലത്ത് നമുക്ക് നഷ്ടപ്പെട്ട KR ഗൗരിയമ്മയെ നാം ഈ പരിപാടിയിലൂടെ ഓർക്കുകയാണ്. KR ഗൗരിയമ്മയെ പറ്റി ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയ കവിത ആലപിക്കുകയാണ് ശ്രേയ ശരത്. അതുപോലെ തന്നെ KR ഗൗരിയമ്മയെ പറ്റി അനുസ്മരണം ചെയ്യുന്നത് മേഘ AH. ചേർത്തല താലൂക്കിലെ അന്ധകാരനാഴി എന്ന ഗ്രാമത്തിൽ കളത്തിപ്പറമ്പിൽ KA രാമൻ, പാർവതിയമ്മ എന്നിവരുടെ മകളായി 1919 ജൂലൈ 14 ഗൗരിയമ്മ ജനിച്ചത്. തുറവൂർ, ചേർത്തല എന്നിവിടങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും BA ബിരുദവും തുടർന്ന് എറണാകുളം ലോ കോളേജിൽ നിന്ന് നിയമബിരുദവും കരസ്ഥമാക്കി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിരുന്ന സഹോദരൻ സുകുമാരന്റെ പ്രേരണയാൽ ഗൗരിയമ്മയും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു. 1953 54 നടന്ന തിരുവിതാംകൂർ തിരുക്കൊച്ചി നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഗണ്യമായ ഭൂരിപക്ഷത്തോടെ അവർ വിജയിച്ചു. ലോകത്താദ്യമായി ബാലറ്റ് വോട്ട് ജനാധിപത്യ വ്യവസ്ഥയിലൂടെ നിലവിൽ വന്ന മന്ത്രിസഭയിലും അംഗമായി. 1957 അന്നത്തെ മന്ത്രിസഭയിൽ മന്ത്രിമാരായിരുന്ന പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവ് TV തോമസും ഗൗരിയമ്മയും വിവാഹിതരായി. 1967 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ തോമസ് CPIയിലും ഗൗരിയമ്മ CPMയിലും ചേർന്നു. സ്വാതന്ത്ര്യാനന്തര കാലത്തെ കേരള സംസ്ഥാനത്തിന്റെ സാമ്പത്തികവും സാമൂഹ്യവുമായ ചരിത്രഗതിയിൽ നിർണായക സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് KR ഗൗരിയമ്മ. 1967, 1980, 1987, 2001, 2004 എന്നീ വർഷങ്ങളിൽ രൂപം കൊണ്ട മന്ത്രിസഭയിലും അവർ അംഗമായിരുന്നു. റവന്യൂ വകുപ്പിനു പുറമെ ഗൗരിയമ്മ വിജിലൻസ്, വ്യവസായം, കൃഷി, എക്സൈസ്, സാമൂഹ്യക്ഷേമം, ദേവസ്വം തുടങ്ങിയ വകുപ്പുകൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രഗത്ഭയായ ഒരു മന്ത്രി എന്ന നിലയിലുള്ള അവരുടെ കഴിവ് തെളിയിച്ചു. 1957 കേരള ലാൻഡ് കൺസർവൻസി ആക്ട്, 1959 കേരള സ്റ്റാമ്പ് ആക്ട്, 1987 കേരള പബ്ലിക് മെൻസ് കറപ്ഷൻ ആക്ട്, 1991 വനിതാ കമ്മീഷൻ ആക്ട് തുടങ്ങിയവ ഗൗരിയമ്മ നിയമസഭയിൽ അവതരിപ്പിച്ച് പ്രാബല്യത്തിൽ വരുത്തിയ നിയമങ്ങളിൽ ചിലതാണ്. ആത്മകഥ KR ഗൗരിയമ്മ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച ഗൗരിയമ്മയുടെ ആത്മകഥയ്ക്ക് 2011 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുകയുണ്ടായി. വാർദ്ധക്യ സഹജമായ നിരവധി അസുഖങ്ങൾ മൂലം 2021 മെയ് 11 തിരുവനന്തപുരത്തെ PRS ആശുപത്രിയിൽ വെച്ച് ഗൗരിയമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈ കോവിഡ് കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ സഖാവ് ഗൗരിയമ്മയ്ക്ക് ഏജ് ജോൺ മെമ്മോറിയൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളായ ഞങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആകാശമിഠായി എന്ന ഞങ്ങളുടെ കലോത്സവത്തിലെ ഇന്നത്തെ പരിപാടികൾ ഗൗരിയമ്മയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. നമസ്കാരം. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഗൗരി എന്ന കവിത. കരയാത്ത ഗൗരി, തളരാത്ത ഗൗരി, കലി കൊണ്ടു നിന്നാൽ അവൾ ഭദ്രകാളി. ഇതു കേട്ടുകൊണ്ടേ ചെറുബാല്യമെല്ലാം പതിവായി ഞങ്ങൾ ഭയമാറ്റി വന്നു. നെറിവച്ച ലോകം, കനിവറ്റ കാലം, പടകാളിയമ്മേ കരയിച്ചു നിന്നെ. ഫലിതത്തിനെന്നും തിരുമേനി നല്ലോ, കലഹത്തിനെന്നും അടിയാത്തി പോരും. ഒരു വാക്യമെല്ലാം ലഘുവാക്യമായി, ഗുരുവിന്റെ ദുഃഖം ധ്വനികാവ്യമായി. അതു കേട്ടു നമ്മൾ ചരിതാർത്ഥ്യരായി, അതു വിറ്റു പലരും പണമേറെ നേടി. അതിബുദ്ധിമാന്മാർ അധികാരമേറി
തൊഴിലാളി വർഗം അധികാരമേറ്റാൽ അവരായി പിന്നെ അധികാരി വർഗം. അധികാരമപ്പോൾ തൊഴിലായി മാറും, അതിനുള്ള കൂലി അധികാരി വാങ്ങും. വിജയിക്കു പിൻപേ കുതികൊള്ളു ലോകം, വിജയിക്കു മുൻപിൽ വിരിയുന്ന കാലം. മനുജന്നുമീതേ മുതലെന്ന സത്യം, മുതലിന്നുമീതേ അധികാരശക്തി. അധികാരമേറാൻ തൊഴിലാളി മാർഗം, തൊഴിലാളി എന്നും തൊഴിലാളി മാത്രം. അറിയേണ്ട ബുദ്ധി അറിയാതെ പോയാൽ ഇനി ഗൗരിയമ്മേ കരയാതെ വയ്യ. കരയുന്ന ഗൗരി തളരുന്ന ഗൗരി, കലിവിട്ടൊഴിഞ്ഞാൽ പടുവൃദ്ധയായി. മതി ഗൗരിയമ്മേ കൊടി താഴെ വയ്ക്കാം, ഒരു പട്ടുടുക്കാം, മുടി കെട്ടഴിക്കാം, ഉടവാളെടുക്കാം, കൊടുങ്ങല്ലൂർ ചെന്നാൽ ഒരു കാവു തീണ്ടാം. ഇനി ഗൗരി അമ്മ ചിതയായി മാറും, ചിതയാലിടുമ്പോൾ ഇരുളോട്ടു നീങ്ങും. ചിത കെട്ടടങ്ങും, കനൽ മാത്രമാകും, കനലാറിടുമ്പോൾ ചുടുചാമ്പലാകും. ചെറുപുൽക്കൊടിക്കും വളമായി മാറും, ചെറുപുൽക്കൊടിക്കും വളമായി മാറും. നന്ദി. നമ്മുടെ കലോത്സവത്തിന്റെ അവസാന ദിന പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ശ്രീ ദീപക് നാരായണനാണ്. നാടകം എന്ന പേരിൽ കൈരളി ചാനലിൽ 15 ഡോക്യുമെന്ററികൾ സംവിധാനം ചെയ്ത് പ്രദർശിപ്പിച്ചു. പീപ്പിൾ ടെലിവിഷനു വേണ്ടി ആട്ടപ്പൊരുൾ, കേരള പര്യടനം തുടങ്ങിയ പരിപാടികൾ സംവിധാനം ചെയ്തു. ദില്ലിയിൽ നടന്ന 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള മാധ്യമം ദിനപത്രത്തിനു വേണ്ടി റിപ്പോർട്ട് ചെയ്തു. ഇവയൊക്കെ ശ്രീ ദീപക് നാരായണന്റെ പ്രവർത്തനങ്ങളിൽ ചിലത് മാത്രമാണ്. മികച്ച ഡോക്യുമെന്ററി സംവിധായകനുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡ്, 2002 പാലക്കാട് നടന്ന സ്വർലയ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ കേരളം ഗുജറാത്തിന് ശേഷം എന്ന ഡോക്യുമെന്ററിക്ക് പ്രദർശനാനുമതിയും ലഭിച്ചു. 1990 കോഴിക്കോട് സർവകലാശാലയിൽ ഇന്റർസോൺ പ്രസംഗ മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ചു. ഇവയെല്ലാം അദ്ദേഹത്തിന് ലഭിച്ച ചില അംഗീകാരങ്ങളാണ്. അദ്ദേഹത്തെ ഈ വേദിയിൽ അതിഥിയായി ലഭിച്ചതിൽ നമുക്കെല്ലാവർക്കും ഏറെ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഒന്ന് കേട്ടാലോ? ആകാശമുട്ടായി എന്ന പേരിൽ നടത്തുന്ന ഈ ഓൺലൈൻ കലോത്സവത്തിന്റെ കൂടെ വരാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. മിസ് ടീച്ചർ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇന്ന് നടത്താനിരിക്കുന്ന 2 മത്സരങ്ങൾ, ഒന്ന് മോണോ ആക്റ്റും പ്രസംഗവും ആണ് എന്നുള്ളതാണ്. എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മത്സരവും മോണോ ആക്ട്. ഒരു പക്ഷെ എനിക്ക് മാത്രമാവില്ല, എൻ്റെ കാലത്ത് എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഏറ്റവും മോണോ ആക്ട് വരാൻ വേണ്ടി കാത്തുനിന്ന കലോത്സവ ദിനങ്ങൾ ഈ സന്ദർഭത്തിൽ ഓർമ്മയിൽ വരികയാണ്. മോണോ ആക്ടിനുള്ളത് സാധാരണഗതിയിൽ ഒരാൾ തന്നെ ഒന്നിലധികം ആളുകളിലേക്ക് പരകായ പ്രവേശനാക്കി നർമ്മവും വളരെ ഗൗരവമുള്ള കാര്യങ്ങളും ഒക്കെ പറയുന്ന ഒരു വളരെ ഇന്റലക്ച്വലായ നമ്മുടെ സ്കൂൾ കലോത്സവ വേദികളിൽ നടത്തുന്ന ഒരു ഇനം എന്നുള്ള രീതിയിൽ പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മളിൽ തന്നെയുള്ള പലരെയും നമ്മൾ ആദ്യം ഇത്ര സരസമായി കണ്ടെത്തുന്ന തത്വചിന്താ ക്ലാസുകൾ വേറെ ഉണ്ടാവില്ല എന്ന് വെറുതെ തോന്നിപ്പോവുകയാണ്.
പ്രസംഗം ഇങ്ങനെ നമ്മളിലുള്ള പല ആളുകളെ, നമ്മളിലുള്ള പല ആശയങ്ങളെ വലിയ ഒരു ജനസംഖ്യത്തിലേക്ക് ഒന്നാക്കി പ്രതിഷ്ഠിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ന് മനസ്സിലാക്കാൻ വലിയ ആളുകളൊന്നും ആഗ്രഹമില്ല എന്ന് കുട്ടികൾക്കെങ്കിലും മനസ്സിലാവും എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഈ നിങ്ങളുടെ നടക്കാനിരിക്കുന്ന മത്സരങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. ഒരു കഥ പറഞ്ഞുകൊണ്ട് ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. സുലാസു എന്ന് പറയുന്ന ഒരു വലിയ നടൻ, സുലാസു എന്ന് പറയുന്ന ഒരു വലിയ എഴുത്തുകാരൻ പറഞ്ഞ ഒരു കഥ. പണ്ടൊരിക്കൽ ഒരു പുഴു കിനാവ് കണ്ടുപോയി താനൊരു പൂമ്പാറ്റയായി തീർന്നെന്ന്. പണ്ടൊരിക്കൽ ഒരു പുഴു കിനാവ് കണ്ടുപോയി താനൊരു പൂമ്പാറ്റയായി തീർന്നെന്ന്. ഉറക്കം വിട്ടുണർന്നപ്പോൾ പുഴു വിസ്മയിച്ചു പോയി. കിനാവ് കാണുന്ന ഒരു പുഴുവാണോ ഞാൻ, അതോ ഉണർന്നിരിക്കുന്ന ഒരു പൂമ്പാറ്റയോ? ഉറക്കം വിട്ടുണർന്നപ്പോൾ പുഴു വിസ്മയിച്ചു പോയി. കിനാവ് കാണുന്ന ഒരു പുഴുവാണോ ഞാൻ, അതോ ഉറക്കം വിട്ടുണർന്ന ഒരു പൂമ്പാറ്റയോ? നന്ദി. അടുത്തതായി പ്രസംഗ മത്സരം, മോണോ ആക്ട് എന്നിവയിൽ പങ്കെടുത്ത വിജയികളായ കുട്ടികളുടെയും പങ്കെടുത്ത കുട്ടികളുടെയും പ്രകടനങ്ങളാണ്. Due to the novel coronavirus, the world has come to a halt and now everything is functioning on digital resources. Hello everyone, and today I'm going to talk about the pros and cons of online education in the current scenario. So what are the advantages of online education? It is more efficient. Online resources offer teachers a convenient way to teach students and give them a better understanding of the topic. Teachers can also rely on tools such as PDF files, presentations, videos, etc. Teachers can also use video call platforms such as Google Meet, Zoom, etc. Another advantage of online education is students are allowed to take classes in wherever location they are in right now. Online education is far more affordable than physical learning, eliminating the cost points of student transportation, meals, study materials, etc. Online education brings education to your home, and it offers more individual attention. But the disadvantages outnumbers the advantages. The biggest challenge of online education that students face is the struggle of focusing on the screen for a long period of time. Too much hours of screen time can cause damage to the eyes, brain, sleep deprivation, stress, bad posture, etc. There's a high chance that students are not paying attention to classes and are distracted by social media and other sites. Another disadvantage is technological issues. A consistent internet connection with decent speed is a problem to many students. Students also find online school quite boring. Students are also quite socially interactive and they miss talking and playing with their dear friends. So in conclusion, online school is a very convenient method of learning, but it has its own side effects. Pupils prefer going to school and learning there instead. I hope everything can go back to normal soon, so that we can indeed go back to school and learn there instead.
Till then, stay safe and thanks a lot. Namaste. I'm Devananda Manoj. I'm going to say about pros and cons of online education in the present scenario. Today, digital learning has emerged as a necessary resource for students in schools from all over the world. For many educational systems, this is an entirely new way of education that they have to adopt. Online learning is now applicable just not to learn academics, but it also extends to learn extracurricular activities. In recent months, the demand for online learning has risen significantly, and it will continue doing so in the future. As with most teaching methods, online learning also has its own sets of positives and negatives. Decoding and understanding these positives and negatives will help institutes in creating strategies for more efficiently delivering the lessons, ensuring an uninterrupted learning journey for the students. Efficiency, accessibility of time and place, affordability, improved student attendance, suits a variety of learning styles are the advantages of online learning. And at the same time, online learning has some disadvantages too. Inability to focus on screen, technology issues, sense of isolation, teacher training, and managing screen time. Online education allows for learning something beyond the norm. It has brought education to us without us going anywhere, and it is more flexible. Thank you. Welcome to One Adult Present here. Today I am going to talk about the pros and cons of online education. One of the most obvious terms after the pandemic is the term new normal. The new normal in education is the increased use of online learning tools. The COVID-19 pandemic has triggered new ways of learning. All around the world, educational institutions are looking toward online learning platforms to continue with the process of educating students. The new normal now is a transformed concept of education with online learning at the core of this transformation. Today, digital learning has emerged as a necessary resource for students and schools all over the world. For many educational institutions, this is an entirely new way of education that they have had to adopt. Online learning is now applicable not just to learn academics, but it also extends to learning extracurricular activities for students as well. In recent months, the demand for online learning has risen significantly, and it will continue doing so in the future. As with most teaching methods, online learning has its own set of positives and negatives. Decoding and understanding these positives and negatives will help institutions in creating strategies. Decoding and understanding these positives and negatives will help institutions in creating strategies for more efficiently delivering the lessons, ensuring an uninterrupted learning journey for students. What are the advantages of online education? Efficiency, accessibility of time and place, affordable, improved students' attendance, suits a variety of learning styles. And the disadvantages are inability to focus on screens, sense of isolation, technology issues, teacher training, manage screen time. Is online teaching good or bad? While an online method of education can be a highly effective alternative medium of education for the mature, self-disciplined student, it is an inappropriate learning environment for more dependent learners. How does online education affect students? Numerous studies report that online learning could increase student participation, improve discussion quality, and foster online interactions. The discussion forum could support
students and improve learning by solving difficult problems. These are the things I have to say about disadvantages and advantages of online education. Thank you and have a nice day. I say a speech about how did COVID-19 affect our lives. COVID-19, coronavirus has affected day-to-day life and is slowing down the global economy. This pandemic has affected thousands of people who are either sick or are being killed due to the spread of this disease. The most common symptoms of this viral infection are fever, cold, cough, bone pain, and breathing problems, and ultimately leading to pneumonia. This being a new viral disease affecting humans for the first time, vaccines are not yet available. Thus, the emphasis is on taking extensive precautions such as extensive hygiene protocol, example regularly washing of hands, avoidance of face-to-face interaction, etc. Social distancing and wearing of masks and so on. This virus is spreading exponentially region-wise. Countries are banning gatherings of people to spread and break the exponential curve. Many countries are locking their population and enforcing strict quarantine to control the spread of this highly communicable disease. This virus creates a significant knock-on effects on the daily life of citizens as well as about the global economy. COVID-19 has rapidly affected our day-to-day life, business, disrupt the world trade and movements. Presently, the impacts of COVID-19 in daily life are extensive and have far-reaching consequences. Thank you. Good afternoon. I am Niranjana Samish. Today I am talking about how coronavirus affect our lives. Coronavirus are a large family of viruses. Coronavirus affect different people in different ways. Most infected people will develop mild to moderate illness and recover without hospitalization. Most common symptoms are fever, dry cough, and tiredness. Serious symptoms are difficulty breathing, chest pain. If COVID-19 is spreading in your community, stay safe by taking some simple precautions such as physical distance, wearing a mask, clean your hands and get vaccinated. Thank you. Respected principal, teachers and my dear friends, I am asking about how did COVID-19 affect our Indian lives. COVID-19 has affected our day-to-day lives and it's slowing down this global economy. This virus has affected thousands of people who are either sick or are being killed to the spreading of the diseases. The most common symptoms of this virus are fever, cold, cough, bone pain, and breathing problems. Friends, we need hygienic protocols such as washing our hands perfectly, avoid face-to-face talking, we keep social distance and wearing masks. This virus is spreading in the world with many countries rapidly affected our day-to-day lives, business, busy, daily wages, people slept, employees during this virus. Students have advantages and disadvantages. I was happy about this virus because there was a lockdown. There is now school where I spend more times to enjoyment, but sometimes I will miss my friends and school life. I very sad thing about that waiting for unlocking situation to meet friends when the online classes feel better, but we will not get a classroom.
सभी प्रधानाचार्य, समस्त अध्यापकों और मेरे प्यारे सहपाठियों को नमस्कार। मेरा नाम अल्फिदा पीएस है और मैं 8वीं कक्षा का छात्रा हूँ। आज हम सब यहाँ फैशन सम्मेलन में एकत्रित हुए हैं और इस अवसर पर आपके सामने दहेज विषय पर भाषण देना चाहता हूँ। प्राचीन काल से ही लड़कियों की शादी में उन्हें उनके परिवार वाले और परिजन खुशी से उपहार आदि दिए जाते हैं, जिन्हें दहेज कहा जाता है। लेकिन आज का समय पर लड़की के शादी में लड़कों वाला द्वारा विभिन्न उपहार की मांग रही जाती है, जिन्हें देने में लड़की को हार वाले कई बार असक्षमता भी होती है और इससे दहेज की यह प्रथा कुप्रथा बन गए हैं। दहेज की वजह से रिश्ते भी टूट जाते हैं और यदि शादी हो भी जाए तो महिलाओं को बहुत शारीरिक और मानसिक यातनाओं का सामना करना पड़ता है। दहेज की इस प्रथा ने महिलाओं को जीवन कष्टदायी बना दिया है। उनके ससुराल वाले उन पर बहुत से अत्याचार करते हैं, जिसके चलते बहुत से महिलाओं को मार दिया जाता है और इसे खूदी तक लेकर आत्महत्या कर लेती है। दहेज प्रथा आज के समय में बहुत खतरनाक रूप धारण कर दिया है। दहेज की कुप्रथा बहुत ही तीव्र गति से बढ़ रहे हैं, जिसे रोकने अत्यावश्यकता है। दहेज प्रथा को रोकने के लिए सरकार को द्वारा सख्त से सख्त कानून बनाना चाहिए और दहेज लेने या देने का विषय पुलिस को सूचित करना चाहिए। लड़कों को भी दहेज लेने का फैसला लेना और हमें लोगों को जागरूक करना चाहिए। लड़का लड़की एक है। जिस दिन यह दहेज प्रथा ने समाज से होगा, उस दिन लड़की की भ्रूण नहीं मारेगी और नहीं किसी महिलाओं को अत्याचार करते। इसलिए जागरूक करें और दहेज ना कहें। धन्यवाद। नमस्कार। रीति रिवाज एवं प्रथाएं की समान अभिन्न अंग होती है। समय के साथ साथ पर इनका स्वरूप बदल जाते हैं। भारत की दहेज का प्रथा काफ़ी पुरातन है। सबसे प्राचीन ग्रंथ मनुस्मृति में विवाह के अवसर पर कन्या का माता पिता को कुछ दान, संपत्ति, गया इत्यादि दोनों कहा, जो दहेज कहलाता है। कालांतर में वधी पक्षी के अधिकार में आता है। दहेज के प्रथा आज के आधुनिक समाज में एक महादानव का रूप में आता है। वह विषय सर्प जिसको ढस्सा पानी नहीं मकता है। इस कुरीति के कारण विवाह एक पवित्र संस्कारों की एक व्यवहार बन दिया। भारतीय हिंदू समाज के सिर पर कलंक चुनी लगाया। दहेज का प्रथा आजकल बड़ी तेजी से बढ़ती जा रहा है। धन के लालच में पति पक्षी को दहेज का संतुष्ट नहीं होते हैं। बहुत परिवारों से लड़की को जन्म अभिशाप मान दे रहे हैं। नमस्कार। हस्ताक्षर भी करवाए जाए हैं, परंतु समस्या ज्यों का त्यों है। इसमें कोई सुंदर नहीं हुआ है। सरकार ने दहेज निषेध अधिनियम के अंतर्गत दहेज को दोषी के घड़ी दंड देने का विधान रखा है, परंतु आवश्यकता है जाना जगती की। हमारे साहित्यकारों और कलाकारों के चाहिए कि वे युवकों के हृदय में दहेज के प्रति तिरस्कार जागे। प्रेम विवाह को प्रोत्साहन देने से भी यह समस्या दूर हो सकती है। सरकार को चाहिए कि दूसरी जातियों में शादी संबंधी कोई प्रस्ताव लाए, ताकि दहेज प्रथा को जोड़ से उखाड़ फेंक सके। चलो एक अभियान चलाए, दहेज प्रथा का अंत कराए। नन्ही, नमस्कार। नमस्कार। महात्मा गांधी जी का जन्म 2 अक्टूबर को गुजरात के पोरबंदर में हुआ। उनका पूरा नाम मोहनदास करमचंद गांधी था। उनके पिता का नाम करमचंद और माता का नाम पुतलीबाई था। महात्मा गांधी जी सत्य और अहिंसा को मानते थे और वे दूसरे को भी अहिंसा के मार्ग पर चलने की
शिक्षा देते थे। महात्मा गांधी जी की अहिंसा की सोच के वजह से हर वर्ष 2 अक्टूबर को अहिंसा का अंतर्राष्ट्रीय दिवस पूरे विश्व में मनाया जाता है। महात्मा गांधी जी को बापू और राष्ट्रपिता के नाम से भी जाना जाता है। हर वर्ष 2 अक्टूबर को उन्हें श्रद्धांजलि देने के लिए हम गांधी जयंती मनाता है। गांधी जी को महात्मा का शीर्षक रविंद्रनाथ टैगोर जी ने शांति निकेतन आश्रम में दिया था। गांधी जयंती को महात्मा गांधी के स्मारक के आगे प्रार्थना सभा की जाती है। इस सभा में भारत के प्रधानमंत्री भी मौजूद होते हैं। धन्यवाद। आदरणीय प्रधानाचार्य जी, माननीय शिक्षकगण और मेरे प्यारे दोस्तों, आप सभी को मेरा नमस्कार। महात्मा गांधी जी का जन्मदिन 2 अक्टूबर 1869 को गुजरात के पोरबंदर में हुआ। उनका पूरा नाम मोहनदास करमचंद गांधी था। उनके माता का नाम पुतलीबाई था। महात्मा गांधी ने भारत स्वतंत्रता के लिए असहयोग आंदोलन, नमक सत्याग्रह, दलित आंदोलन, भारत छोटा आंदोलन आदि आंदोलन किए। वे हमेशा स्वदेशी वस्तुओं का प्रयोग पर बल देते थे। उनका रहन सहन सादा और विचार उच्च थे। गांधी जी को बापू और राष्ट्रपिता के नाम से जाना जाता है। उनका जन्मदिन भारत में गांधी जयंती और पूरे विश्व में अंतर्राष्ट्रीय अहिंसा दिवस के रूप में मनाया जाता है। उन्होंने अपने सत्य और अहिंसा को सिद्धांत के दम पर अंग्रेजों को कई बार से घुटने टेकने पर मजबूर कर दिया। उनके अहिंसा को सिद्धांत को पूरी दुनिया से सलाम किया। यही वजह है कि पूरा विश्व आज का दिन अंतर्राष्ट्रीय अहिंसा दिवस तौर पर मनाता है। गांधी जी के जीवन से हमें यह सीख मिलती है कि हमें हमेशा सत्य और अहिंसा के पथ पर चलना चाहिए। धन्यवाद। नमस्ते। महात्मा गांधी का पूरा नाम मोहनदास करमचंद गांधी था। वह राष्ट्रपिता एवं बापू के नाम से जाने जाते हैं। गांधी जी का जन्म 2 अक्टूबर 1869 को गुजरात के पोरबंदर में हुआ था। उनके पिता करमचंद गांधी राजकोट में दीवान व माता का नाम पुतलीबाई था। गांधी जी का विवाह 15 वर्ष की आयु में कस्तूरबा बाई से हुआ था। उन्होंने अपनी वकालत की पढ़ाई इंग्लैंड में की थी। गांधी जी एक महान स्वतंत्र सेनानी थे। महात्मा गांधी सत्य और अहिंसा के पुजारी थे। गांधी जी ने करो या मारो जैसे प्रसिद्ध नारा दिया एवं भारत को अंग्रेजों से आज़ादी दिलाने में सहायता की। महात्मा गांधी की हत्या 30 जनवरी 1948 को नाथूराम गोडसे ने गोली मार कर की थी। धन्यवाद। സദസ്സിന് വന്ദനം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് വിദ്യാഭ്യാസം കോവിഡ് കാലഘട്ടത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ്. കൊറോണ എന്ന മഹാമാരി മൂലം മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്തതും അനുഭവിച്ചിട്ടില്ലാത്തതുമായ വെല്ലുവിളികളാണ് നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള എല്ലാ മേഖലകളിലും കോവിഡ് ബാധിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഭാവി തലമുറ വാർത്തെടുക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസ മേഖലയാണ്. തോളിൽ കൈയിട്ടും കൈ ചേർത്ത് പിടിച്ചും സ്കൂൾ പടികളിലൂടെയും വരാന്തകളിലൂടെയും ഒറ്റ സുഹൃത്തുക്കളുമായി നടന്നിരുന്ന ആ സുവർണ കാലമാണ് കോവിഡ് എന്ന മഹാമാരി മൂലം നമുക്ക് നഷ്ടമായത്. അതിജീവനമാണ് മനുഷ്യകുലത്തിന്റെ മുഖമുദ്ര. കൊറോണ എന്ന മഹാമാരി മൂലം സ്കൂൾ അടയ്ക്കപ്പെട്ടപ്പോൾ ഓൺലൈൻ ക്ലാസ് നടത്തിയാണ് ഒരു പരിധിവരെ നാം ഈ പ്രശ്നത്തെ നേരിട്ടത്. ഓൺലൈൻ ക്ലാസ് ഒരിക്കലും സ്കൂളിൽ പോയി പഠിക്കുന്ന രീതിക്ക് ബദൽ സംവിധാനമേ അല്ല. ഇത് നാം അംഗീകരിച്ചേ മതിയാവും. ആദ്യമായി സ്കൂൾ പടി ചവിട്ടുമ്പോൾ കൂടെ പിറപ്പോ കൂട്ടുകാരോ ഉണ്ടെങ്കിൽ അമ്മ പറയുമായിരുന്നു, അവരുടെ കൈ വിടരുത്, മുറുക്കി പിടിച്ചോണം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം.
ഭക്ഷണത്തിന്റെ പാതി അവർക്കും കൊടുക്കണം കേട്ടോ. ജീവിതത്തിൽ പഠിക്കാൻ പോകുന്ന പാഠങ്ങളുടെ തുടക്കം അവിടെ നിന്നായിരുന്നു. സ്നേഹത്തിന്റെയും സംരക്ഷണത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും പാഠങ്ങൾ അമ്മ പഠിപ്പിക്കാതെ തന്നെ മനഃപ്പാഠമാക്കി തന്നു. സ്കൂളുകളിൽ പോയി മറ്റു കുട്ടികളോട് ഇടപെടുമ്പോൾ ലഭിക്കുന്ന മാനസിക ഉല്ലാസം ഓൺലൈൻ ക്ലാസ്സുകളിൽ ലഭിക്കുന്നില്ല. കുട്ടികൾക്ക് മാത്രമല്ല അധ്യാപകർക്കും കോവിഡ് കാലത്തെ വിദ്യാഭ്യാസ രീതി വെല്ലുവിളി നിറഞ്ഞതാണ്. സ്കൂളിൽ പോയി ക്ലാസ് എടുക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ ഓരോ നോട്ടത്തിലും ചലനത്തിലും അവരുടെ പ്രതികരണം മനസ്സിലാക്കി ആവശ്യമുള്ളവർക്ക് കൂടുതൽ ശ്രദ്ധ നൽകുവാൻ സാധിക്കുന്നു. എന്നാൽ ഓൺലൈൻ ക്ലാസ്സിൽ അതിൻ്റെ സാധ്യത വിരളം മാത്രം. ജീവിതം ഒരു സൈക്കിൾ സവാരി പോലെയാണ്. വീഴാതിരിക്കണമെങ്കിൽ നീങ്ങിക്കൊണ്ടേയിരിക്കണം. മഹാനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീന്റെ വാക്കുകളാണിത്. ഈ കാലവും കടന്നു പോകും. വസന്തത്തിന്റെ പൂക്കൾ വിദ്യാലയങ്ങളിൽ എങ്ങും വിരിയിക്കുവാൻ നമുക്ക് എത്രയും പെട്ടെന്ന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നൽകുന്നു. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. നന്ദി, നമസ്കാരം. മാന്യ സദസ്സിന് വന്ദനം. ഞാൻ ശ്രേയ, എജുജൻ മെമ്മോറിയൽ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഇന്നൊരു പ്രസംഗവുമായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രസംഗ വിഷയം കോവിഡ് കാലത്തെ വിദ്യാഭ്യാസം. 2019 ഡിസംബറിൽ ചൈനയിലെ വുഹാൻ പ്രവിശ്യയിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട COVID-19 ഇന്ന് ലോകമെമ്പാടും കീഴ്പ്പെടുത്തി കഴിഞ്ഞു. അതിനാൽ സാമ്പത്തിക സുരക്ഷയും ആരോഗ്യ വിദ്യാഭ്യാസ സുരക്ഷയും നഷ്ടപ്പെട്ട ഒരു ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. COVID-19 ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെയാണ്. ഓൺലൈൻ ക്ലാസുകൾ തുടർന്നുകൊണ്ട് വിദ്യാഭ്യാസം തുടരുന്നതിന് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങി 1.5 വർഷം പിന്നിടുമ്പോഴും ഗവൺമെന്റും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഗവൺമെന്റും സന്നദ്ധ സംഘടനകളും ഓൺലൈൻ സംവിധാനങ്ങൾ ഒരുക്കുന്നു. എങ്കിലും പല വിദ്യാർത്ഥികൾക്കും ഇതൊരു ഭീഷണി തന്നെയാണ്. കുട്ടികളെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യിക്കാൻ ടീച്ചേഴ്സും പാരൻസും എടുക്കുന്ന ടെൻഷൻ ചെറുതൊന്നുമല്ല. നല്ലൊരു ഭാഗം കുട്ടികളും ക്ലാസുകൾ അറ്റൻഡ് ചെയ്താലും നല്ലൊരു ഭാഗം കുട്ടികൾ തന്നെ ക്ലാസുകൾ ഇന്നും ഒരു തമാശയായിട്ടാണ് കാണുന്നത്. സ്കൂളിൽ പോയി പഠിക്കുമ്പോൾ ടീച്ചേഴ്സിന് നമ്മുടെ പഠനത്തിൻ്റെയും കലാകായിക രംഗങ്ങളിലെ കഴിവുകളും തിരിച്ചറിഞ്ഞ് വിലയിരുത്താൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു 13% കുട്ടികളെങ്കിലും മൊബൈൽ ഫോണിന് അഡിക്റ്റഡാണ്. നവംബർ 1 സ്കൂൾ തുറക്കുമെന്ന സന്തോഷകരമായ വാർത്ത നാം എല്ലാവരും കേൾക്കുകയുണ്ടായി. അന്തിമ തീരുമാനമാണോ എന്നറിയില്ല. കോവിഡ് കൂടുകയാണെങ്കിൽ ഇനിയും നീണ്ടുപോകാം. എങ്കിലും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണെങ്കിലും നമ്മുടെ കൂട്ടുകാരെയും ടീച്ചേഴ്സിനെയും എത്രയും പെട്ടെന്ന് കാണാനും പഠിക്കാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ മക്കളെ പോലെ കാണുന്ന, ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന എൻ്റെ എല്ലാ ടീച്ചേഴ്സിനും നന്ദി അറിയിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വിദ്യാഭ്യാസം കോവിഡ് കാലഘട്ടത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ്. COVID-19 മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടത് ലോകത്തെമ്പാടുമുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളെയാണ് ബാധിച്ചത്. സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകളെല്ലാം അടച്ചുപൂട്ടി. പ്രതിസന്ധി ഇന്ത്യയിലെ 255 ദശലക്ഷത്തിലധികം വിദ്യാർത്ഥികളുടെ പഠന തുടർച്ചയെ ബാധിച്ചു. പാഠശാലകൾ എപ്പോൾ തുറക്കുമെന്ന് നിശ്ചയമില്ല. സ്കൂളുകൾ അടച്ചതോടെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, കുടുംബങ്ങൾ എന്നിവരെ ബാധിക്കുക മാത്രമല്ല സാമ്പത്തിക, സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. കേരളത്തിൻ്റെ പരമ്പരാഗതമായ വിദ്യാഭ്യാസ രീതിക്ക് കോവിഡ് കാലത്ത് മാറ്റം വരാൻ സാധിച്ചു. ക്ലാസ് മുറികളിൽ ഒന്നിച്ചിരുന്നുള്ള പഠന രീതിയിൽ നിന്ന് വീടുകളിലിരുന്ന് ഓൺലൈൻ പഠനം നടത്തുവാൻ നമ്മൾ കുട്ടികൾ ശീലിച്ചു എന്നതാണ് കോവിഡ് സൃഷ്ടിച്ച വലിയ മാറ്റം. നവംബർ 1 സ്കൂളുകൾ തുറക്കുമ്പോൾ മാസ്ക് ധരിച്ചും സാനിറ്റൈസർ ഉപയോഗിച്ചും സാമൂഹിക അകലം പാലിച്ചും നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെ ഉറപ്പാക്കണം എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാന്യസദസ്സിന് വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ സഹപാഠികളെ, എൻ്റെ പേര് അൽഫിദ PS. ഞാൻ 8Bയിലാണ് പഠിക്കുന്നത്. നാം കുറച്ചു നാളായി സ്ഥിരമായി കേൾക്കുന്ന ഒരു വാക്കാണിത്, കൊറോണ. ആരോഗ്യരംഗത്തെ ആശങ്കയിലാഴ്ത്തി കൊറോണ കാലം തുടരുകയാണ്. ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടതെന്ന് ആരോഗ്യ പ്രവർത്തകരും ഭരണാധികാരികളും നമ്മെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നു. പൂർവാധിക ശക്തിയോടെ മുന്നൊരുക്കങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളും നടക്കുന്നു. ഇതിനുവേണ്ടി അഹോരാത്രം പോരാടുന്ന നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെയും പോലീസ് സേന അംഗങ്ങളെയും മറ്റ് സന്നദ്ധ സംഘടനകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കട്ടെ.
വിദ്യാഭ്യാസം കോവിഡ് കാലഘട്ടത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. നമുക്കെല്ലാം അറിയാം, ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവി അല്ലെങ്കിൽ വികസനത്തിന്റെ ഘടകമാണ് വിദ്യാഭ്യാസ മേഖല. കോവിഡ്-19 എത്തിയതോടെ വിദ്യാഭ്യാസ മേഖലകൾ എല്ലാം തന്നെ അടച്ചുപൂട്ടി. പുത്തനുടുപ്പും ബാഗും പ്രവേശനോത്സവമൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ പുതിയ അധ്യയന വർഷങ്ങളിലേക്ക് കടന്നു. ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയാണ് നാം ഇന്ന് പഠിക്കുന്നത്. താൽക്കാലിക പഠനത്തിനായി ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായി നമുക്കിതിനെ കാണാം. കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൈ ടീച്ചേഴ്സ് ചാനലിലൂടെയാണ് ക്ലാസ്. എല്ലാ കുട്ടികളുടെയും വീട്ടിൽ ടിവിയും മൊബൈൽ ഫോണും കേബിൾ കണക്ഷനും ഉണ്ടാക്കുക എന്നതായിരുന്നു നമുക്ക് ഇതിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. എന്നാൽ സന്നദ്ധ സംഘടനകളുടെയും മറ്റ് പ്രവർത്തകരുടെയും സഹായത്തോടെ നമുക്ക് ഇതിൽ വിജയിക്കാൻ സാധിച്ചു. ഓൺലൈൻ ക്ലാസ് സാധാരണ ക്ലാസിന്റെ പകരമാവുകയില്ലെങ്കിലും അധ്യയന പാഠങ്ങൾ പഠിക്കാൻ സർക്കാരിന് ഒരു മാർഗവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഓൺലൈൻ ക്ലാസ് തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന താല്പര്യവും ആകാംക്ഷയും ഇപ്പോൾ നമ്മളിൽ പലർക്കുമില്ല. അതിന് കാരണം ഓൺലൈനിലൂടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് അധ്യാപനമാണ്. എന്നാൽ ക്ലാസ് റൂമിൽ നിരന്തരം നടക്കുന്നത് അധ്യാപകരും വിദ്യാർത്ഥികളുമായുള്ള പ്രതിപ്രവർത്തനമാണ്. വിദ്യാലയം വിദ്യാർത്ഥികൾക്കുള്ള രണ്ടാം ഗ്രഹം കൂടിയാണ്. സാമൂഹികമായി ഇടപെടാനും സ്വഭാവത്തെ വികസിപ്പിക്കാനും നമ്മൾ പഠിക്കുന്നത് വിദ്യാലയങ്ങളിൽ നിന്നാണ്. നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലൂടെ നമ്മൾ സാങ്കേതിക വിദ്യയിലൂടെ അടിസ്ഥാന പാഠങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിലും ഇതിനൊരു മറുവശം കൂടിയുണ്ട്. കുട്ടികൾ അമിതമായി ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങുന്നു എന്നതാണ് അതിന്റെ കാരണം. പഠന പ്രവർത്തനങ്ങൾ കുട്ടികൾ വാട്സപ്പിലൂടെയാണ് അയച്ചു കൊടുക്കുന്നത്. കുട്ടികളെ പഠന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന അധ്യാപകരുടെ പങ്ക് എടുത്തു പറയേണ്ടതാണ്. ഈ കാലം കടന്നുപോകും. വസന്തത്തിന്റെ പൂക്കൾ വിദ്യാലയങ്ങളിൽ വിരിയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കോവിഡ് എന്ന മഹാമാരിക്ക് ജാഗ്രതയോടെ വീട്ടിലിരുന്ന് നമുക്ക് എല്ലാവർക്കും പോരാടാം. മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസ് എല്ലാവരും മറക്കാതിരിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. പ്രിയപ്പെട്ട അധ്യാപകരെ, സഹപാഠികളെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ എന്റെ വിഷയം എന്നത് വിദ്യാഭ്യാസം കോവിഡ് കാലഘട്ടത്തിൽ എന്നതാണ്. നാം കുറെ നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു നാമമാണ് COVID-19 എന്നത്. ഈ COVID-19 തട്ടിത്തെറിപ്പിച്ചത് നമ്മുടെ വിദ്യാഭ്യാസ ജീവിതമാണ്. വിദ്യാഭ്യാസം എന്നത് അറിവ് നേടുക എന്നത് മാത്രമല്ല, ഒരു കുട്ടിയുടെ വ്യക്തിത്വത്തിലും സ്വഭാവ രൂപീകരണത്തിലും വിദ്യാഭ്യാസം ഏറെ പങ്കുവഹിക്കുന്നുണ്ട്. അതിൽ അധ്യാപകർ വലിയ തോതിൽ പങ്കുവഹിക്കുന്നുണ്ട്. എന്നാൽ ഈ ഓൺലൈൻ പഠന സംവിധാനത്തിൽ അധ്യാപകർ നിസ്സഹായരാണ്. ആദ്യമൊക്കെ സ്കൂൾ അടച്ചപ്പോൾ നമ്മുടെ പരീക്ഷകൾ മാത്രമേ നമുക്ക് നഷ്ടമായുള്ളൂ. എന്നാൽ പിന്നീട് പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ മുഴുവനായും അത് ഓൺലൈൻ പഠന സംവിധാനത്തിലേക്ക് ആരംഭിക്കുകയുണ്ടായി. ഇതിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഓൺലൈൻ പഠന സംവിധാനങ്ങൾക്ക് നല്ല ഗുണവശങ്ങളുമുണ്ട്, ദോഷവശങ്ങളുമുണ്ട്. പല കുട്ടികൾക്കും മൊബൈൽ ഫോണും ടിവിയും ഇല്ലാതെ അവർ ക്ലാസുകൾ കാണാൻ പറ്റാതിരിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ ബുദ്ധിമുട്ടുകൾ എല്ലാം മനസ്സിലാക്കി പല രാഷ്ട്രീയ സാമൂഹിക സംഘടനകളും ജാതിമത സംഘടനകളും അവർക്ക് മൊബൈൽ ഫോണും ടിവിയും ഒക്കെ വാങ്ങി നൽകുകയുണ്ടായി. അങ്ങനെ ആ പ്രശ്നത്തിന് വലിയ തോതിലൊരു പരിഹാരം കണ്ടെത്തുകയുണ്ടായി. എങ്കിലും പല സ്ഥലങ്ങളിലും നെറ്റ്വർക്ക് ഇല്ലാത്തതിനാൽ ഇപ്പോഴും കുട്ടികൾക്ക് ക്ലാസുകളിൽ കയറാൻ സാധിക്കുന്നില്ല. കോവിഡ് മഹാമാരിയെ നാം തരണം ചെയ്യുന്നത് പോലെ തന്നെ വിദ്യാർത്ഥികളുടെ സ്വയം കഴിവിനാലും അധ്യാപകരുടെ ആത്മാർത്ഥമായ പരിശ്രമത്താലും നാം പതറാതെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ കാലഘട്ടത്തിലേക്ക് സന്തോഷത്തോടെ കടന്നു വരുവാൻ ഞങ്ങൾക്ക് എത്രയും വേഗം സാധിക്കുമെന്ന വിശ്വാസത്തോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക. നന്ദി, നമസ്കാരം. നമസ്കാരം, ഞാൻ ദേവനന്ദ മനോജ്. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് വിദ്യാഭ്യാസം കോവിഡ് കാലഘട്ടത്തിൽ. COVID-19 മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടത് ലോകത്തെമ്പാടുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയാണ് ബാധിച്ചത്. സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ മിക്കവാറും അടച്ചുപൂട്ടി. പ്രതിസന്ധി ഇന്ത്യയിലെ 285 ദശലക്ഷത്തിലധികം വിദ്യാർത്ഥികളുടെ പഠന തുടർച്ചയെ ബാധിച്ചു. പാഠശാലകൾ എപ്പോൾ തുറക്കുമെന്നുള്ളത് നിശ്ചയമല്ല. സ്കൂളുകൾ അടച്ചതിലൂടെ വിദ്യാർത്ഥികൾ
അധ്യാപകർ, കുടുംബങ്ങൾ എന്നിവരെ ബാധിക്കുക മാത്രമല്ല സാമ്പത്തിക സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭാവിയുടെ നിർണായക ഘടകമായ ഉന്നത വിദ്യാഭ്യാസ മേഖലയെയും മഹാമാരി സാരമായി ബാധിച്ചു. അടിയന്തര ബദൽ നടപടികൾ എന്ന നിലയ്ക്ക് പല സർവകലാശാലകളും കോളേജുകളും സ്കൂളുകളും ഓൺലൈൻ ലേണിംഗ് സിസ്റ്റം ഉപയോഗിച്ച് വിദ്യാഭ്യാസ സംസ്കാരം പുനരാവിഷ്കരിക്കുന്നു. എന്നാൽ പുതിയ പ്രവേശനങ്ങളെക്കുറിച്ചുള്ള ആശങ്ക, നിലവിലുള്ള കോഴ്സുകളുടെ പൂർത്തീകരണം, ക്യാമ്പസ് നിയമനം എന്നിവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രധാന ആശങ്കയായി മാറിയിരിക്കുന്നു. വെബ് കോൺഫറൻസ് മോഡിലൂടെയും വീഡിയോ കോൺഫറൻസുകളിലൂടെയും ഓൺലൈൻ ക്ലാസുകൾ തയ്യാറാക്കുവാനായി പല സ്ഥാപനങ്ങളും ശ്രമിക്കുന്നുണ്ടെങ്കിലും 1000 മുതൽ 5000 വരെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഓൺലൈൻ ക്ലാസ് എങ്ങനെ ഉപകാരമാകും? അതിനു വേണ്ട മെച്ചപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ, സോഫ്റ്റ്വെയർ, നെറ്റ്വർക്ക് കണക്ടിവിറ്റി, ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം തുടങ്ങിയവ സജ്ജീകരിച്ചിട്ടുണ്ടോ? ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും ഇല്ലാത്തവർ എന്തു ചെയ്യും? അടച്ചിട്ട ക്ലാസ് മുറികളും വിജനമായ കളിക്കളങ്ങളും കുട്ടികളിലും അധ്യാപകരിലും ഉണ്ടാക്കിയ മാനസിക സംഘർഷങ്ങൾ ഒരു പരിധിവരെയെങ്കിലും ലഘൂകരിക്കുവാനായി ഓൺലൈൻ ക്ലാസുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. മികച്ച അധ്യാപകരുടെ മികവുറ്റ ക്ലാസുകൾ കുട്ടിക്ക് താല്പര്യമുള്ള സമയത്ത് പലവട്ടം കാണുവാൻ പുതിയ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സജീവമായ ക്ലാസ് മുറികൾക്ക് പകരമാവാനും കൂട്ടായ്മകളുടെ അന്തരീക്ഷം സൃഷ്ടിക്കാനും ഓൺലൈൻ ക്ലാസുകൾക്ക് സാധിക്കില്ല. ഇതൊക്കെയാണെങ്കിലും ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ പരിമിതികളും പോരായ്മകളും പരമാവധി പരിഹരിച്ചുകൊണ്ട് പോകുക എന്നതാണ് നിലവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ക്ലാസ് മുറികളിലെ നുറുങ്ങു നിമിഷങ്ങളും വിനോദ സല്ലാപങ്ങളും തിരിച്ചു വരട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഈ കാലഘട്ടത്തിൽ ഏറിവരുന്ന ഒരു പ്രശ്നമാണ് സ്ത്രീധന പ്രശ്നം. സ്ത്രീധനത്തിനു വേണ്ടി സ്വന്തം ഭർത്താവിന്റെയും അയാളുടെ വീട്ടുകാരുടെയും മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന എത്രയോ പെൺകുട്ടികളുള്ള നാടാണ് നമ്മുടേത്. ഈ വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ നല്ല താമര കോമള എത്രയോ നാൾക്ക് ശേഷമാണ് ഈശ്വരൻ എനിക്ക് പിന്നെ തന്നത്. ഹലോ, എന്റെ മോളേക്കല്ലേ? അച്ഛന്റെ പൊന്നുമോളാണോടി. നന്നായിട്ട് പഠിച്ച് 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 വലിയ ആളാണ് കേട്ടോ. ഇത്ര ചെറുപ്പത്തിലെ മോളോട് ഇതൊക്കെ പറഞ്ഞേ. അങ്ങനെ മോൾക്ക് 15 വയസ്സായി. ഓ, എന്തുവാ ഇത്? വളർന്നു വരുന്ന പെൺകൊച്ചുള്ള വീടാണ്, ഒരു ബോധവുമില്ല. എല്ലാവരുടെയും ഇവിടെയും വലിച്ചു വാരിട്ടേക്ക്. അതുപോട്ട് 15 വയസ്സുള്ള പെൺകൊച്ചാണ്. പക്ഷെ അവളുടെ നാക്കേ കോളേജ് കുമാരിയാണ്. ഇതുകൊണ്ട് കെട്ടിക്കേറി തന്നെ വീട്ടിലോട്ട് ചെല്ലട്ടവൻ അവക്കിട്ട് കിട്ടിക്കോളും. അങ്ങനെ മോൾക്ക് 22 വയസ്സായി. എത്രയും പെട്ടെന്ന് അവൾ കല്യാണം കഴിപ്പിച്ചിട്ടാണ് തിടുക്കത്തിലായി വീട്ടുകാർ. മോള് എന്താ? അത് നീ എന്തൊക്കെയായിരുന്നു? ചുമ്മാ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. അമ്മ എന്താ പറയാൻ വന്നേ? അല്ല, അച്ഛൻ നിനക്കൊരു ആലോചന വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ നിനക്ക് അയാൾ ഇഷ്ടമല്ല. പക്ഷെ നല്ല ജോലിയൊക്കെ ഉണ്ട്, ഡോക്ടറാ, പേര് പ്രകാശ്. നമുക്ക് ആ കല്യാണം ഒന്ന് ആലോചിച്ചാലോ? അമ്മ നോ, എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് ഒരുപാട് പഠിക്കണം. എനിക്ക് ഇനി പഠിച്ച് 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 വലിയ ആളാണ്. എൻ്റെ സ്വപ്നങ്ങളിലേക്ക് എനിക്ക് എത്തണം.
കഴിപ്പിക്കാറായില്ലേ നിങ്ങൾക്ക്? അപ്പൊ ഞങ്ങളല്ലേ ഉത്തരം പറയേണ്ടത്? അമ്മ, പക്ഷെ 22 വയസ്സൊക്കെ ഒരു വയസ്സാണ്. എനിക്ക് ഇനിയും പഠിക്കണം. നോ, എന്നെ പറ്റില്ല. നിനക്ക് വേറെ ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ? പറ. അതുകൊണ്ടാണോ നീ ഇങ്ങനെ വിസമ്മതിക്കുന്നത്? അല്ലമ്മ, എനിക്കങ്ങനെ ആരോടും ഇഷ്ടമൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ലാത്ത സ്ഥിതിക്ക് നീ ഈ കല്യാണത്തിന് സമ്മതിച്ചേ പറ്റൂ. ശരി, അങ്ങനെ മോളുടെ കല്യാണം കഴിഞ്ഞു. 100 പവൻ സ്വർണം, ഒരു കാറും 5 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് ആർഭാടായാണ് കല്യാണം നടത്തിയത്. കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾക്കകം അവരുടെ വീട്ടിൽ താളപ്പിഴകളുണ്ടായി. നിന്റെ ഒന്നപ്പടി 5 ലക്ഷം രൂപ ഉണ്ടല്ലോ, അതൊക്കെ തുറന്നിട്ട് കുറെ നാളായി. ഒരു 2 ലക്ഷം രൂപ കൂടി, അതും കൂടി നീ ഇനി കൊണ്ടുവരണം കേട്ടില്ല. അത് മാത്രം ഞാൻ ചോദിക്കണല്ലോ. ഇനിയിപ്പോ നിന്റെ പ്രസവം കൂടി വരും, അതിനൊക്കെ നല്ല കാശൊന്നും കൊടുക്കണം കേട്ടാ. വെറുതെ ഒന്നും പറ്റിയില്ല. നിങ്ങളൊരു ഡോക്ടറല്ലേ, അതിനുള്ള കാശ് പോലും ഇല്ലേ നിങ്ങളുടെ കയ്യില്? ഒറ്റ ഇങ്ങനൊരു ഭർത്താവിനാണ് ഈശ്വര എനിക്ക് കിട്ടിയത്. ഞാനിനി എന്ത് ചെയ്യും? നീ കൊണ്ടൊന്നും ചെയ്യാൻ നിൽക്കണ്ട. മര്യാദക്കാ 2 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ അത് മാത്രം നീ മേടിച്ചതാണ്. നീ ഒന്നും ചെയ്യണ്ട. പഠന പറ്റില്ല. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകി. വീട്ടിലേക്ക് ചെന്നപ്പോൾ അയാൾ വീട്ടിലേക്ക് കയറ്റുന്നില്ല. ഏട്ടാ, നമ്മുടെ കുഞ്ഞിനെ ഓർത്തെങ്കിൽ ആ വാതിലൊന്ന് തുറക്ക്. നമ്മുടെ കുഞ്ഞോ? അത് നമ്മുടെ തന്നെയാണോ? അതോ നിങ്ങൾ എന്തൊക്കെ പറയുന്നത്? നിന്റെ ഒച്ച ഇറങ്ങുകയാണിത്. ചോരക്കുഞ്ഞ് ചുമലിൽ കെട്ടി യുദ്ധത്തിനിറങ്ങിയ ജാൻസിറാണിയെ പോലെ ഇതുപോലെ ജീവിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾക്ക്, ഒരുപാട് പെണ്ണുങ്ങൾക്ക് ഞാൻ ഒരു മാർഗം നോക്കണം. ഇതോടെ എന്റെ ചെറിയ മോണാക്റ്റീവ് അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം. നമസ്കാരം. മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ മുട്ടത്ത് വർക്കിയുടെ ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന നോവലിന്റെ മോണോൻ ആവിഷ്കാരമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഓ, എന്തൊരു മഴയാ! ഈ മഴയത്ത് ഞാൻ എങ്ങനെ സ്കൂളിൽ പോകും? എന്തൊക്കെ ജോലി ചെയ്തിട്ട് വേണം സ്കൂളിൽ പോകാൻ? ഈ മഴയത്ത് പോയാൽ എന്നോട് പൊക്കെ കീറും. ലില്ലി, ഈ മഴ ഇപ്പോഴൊന്നും തീരുമെന്ന് തോന്നുന്നില്ല. നീ ആ ഗ്രേസിയുടെ കൂടെ ഇരിക്കേൽപ്പിക്കോ? എന്നെ ഒട്ടും വിഷമിക്കണ്ട, ഞാൻ ഒറ്റയോട്ടത്തിന് സ്കൂളിലെത്താം. ഗ്രേസി, എന്നെ കൂടെ ഒന്ന് കുടിയിൽ കയറ്റാമോ? ഭയങ്കര മഴ. ഒന്ന് പോ പെണ്ണെ, കുടിയിൽ കയറാൻ വന്നിരിക്കുന്നു. നീ ഒന്നും എന്റെ കൂടെ കയറാറായിട്ടില്ല. നനഞ്ഞ് സ്കൂളിൽ വന്നാ മതി. കുട്ടികളെ, നമുക്കിന്ന് പുതിയൊരു പാഠം പഠിക്കാം. ടീച്ചർ, ദേ പുറത്ത് ലില്ലി നിൽക്കുന്നു. എന്ത് കോല കുട്ടി ഇത്? ഇങ്ങനെയാണ് സ്കൂളിൽ വരുന്നത്? ക്ലാസ്സിന് പുറത്ത് നിന്നാ മതി. എന്റെ അനിയത്തെ കഴിപ്പിച്ച ഗ്രേസിയെ ഞാൻ എന്നെ വെറുതെ വിടില്ല.
ചില്ലി കൈപ്പിടിയുള്ള ഒരു കുടയുമായി ഞാൻ തിരികെ വരും. എന്റെ കുഞ്ഞനിയത്തി സന്തോഷമായിരിക്കണം. പേരമ്മയുടെ ക്രൂരതകൾ സഹിക്കാൻ വയ്യാതായപ്പോഴാണ് ഞാൻ വീട് വിട്ടുപോയത്. അങ്ങനെയാണ് ഞാൻ ഡോക്ടറുടെ വീട്ടിലെത്തിയത്. അവിടെയാണ് ഞാൻ വളർന്നത്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ എന്റെ ചേട്ടനെ വീണ്ടും കണ്ടെത്തി. ചേട്ടൻ പഠിച്ച് വലിയ ഡോക്ടറായി. ഇന്ന് ഈ ആശുപത്രിയിലെ പ്രധാന ഡോക്ടർ എന്റെ ചേട്ടനാ. ഡോക്ടർ, അങ്ങയുടെ ശസ്ത്രക്രിയ ഒന്നുകൊണ്ട് മാത്രമാണ് എന്റെ രോഗം ഭേദമായത്. എത്ര കാശ് തരാമെന്ന് പറഞ്ഞിട്ടും അങ്ങ് സ്വീകരിക്കുന്നില്ല. അങ്ങ് പറഞ്ഞതുപോലുള്ള ഒരു കൂട ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങിത് വാങ്ങണം. വളരെ സന്തോഷം. പക്ഷെ ഈ കൂട എനിക്ക് വേണ്ടിയല്ല. ലില്ലി, ലില്ലി, ഒന്നിങ്ങ് വന്നേ. ഈ കൂട ഇവൾക്കുള്ളതാണ്. ലില്ലിക്ക് ഇത് ആരാണെന്ന് മനസ്സിലായോ? ഇതാണ് ഗ്രേസി. പണ്ട് ലില്ലിയെ കുടിയിൽ കേട്ടാഞ്ഞ അതേ ഗ്രേസി. ലില്ലി എന്നോട് ക്ഷമിക്കണം. അന്നത്തെ പ്രായത്തിന്റെ അറിവിലങ്ങൾ കൊണ്ട് പറ്റിപ്പോയതാണ്. ഇന്ന് എനിക്കെന്റെ തെറ്റ് മനസ്സിലായി. സാരമില്ല ഗ്രേസി. പണത്തെക്കാളൊക്കെ വലുത് സ്നേഹവും കരുണയുമാണെന്ന് ഗ്രേസിക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. അത് മതി. പ്രിയരെ, ജീവിതത്തിലെ ഏറ്റവും വലിയ മൂല്യം സ്നേഹവും കരുണയുമാണെന്നും ഓരോ മഴക്കാലത്തും നമ്മുടെ കൂട്ടുകാരെ ഒരു കുടക്കീഴിൽ എന്ന പോലെ ചേർത്ത് നിർത്തണമെന്നുമാണ് ഈ കഥ നമ്മോട് പറയുന്നത്. നന്ദി. സദസ്സിനുമതരം പ്രിയപ്പെട്ടവരെ, അച്ഛനും അമ്മയും പിരിയുന്നതോടെ അനാഥമാകുന്ന ഒരു ബാല്യനൊമ്പരത്തെ പറ്റിയാണ് എൻ്റെ ഇവിടെ ഒരു കൊച്ചു മോണാക്കിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. സുശീലേ, നീ സുശീലേ, എന്താ ഒരു ചായ ചോദിച്ചിട്ട് അരമണിക്കൂറായല്ലോടി. ചായ വേണം തന്നെ എടുത്ത് കുടിക്കാൻ. എളുപ്പമാണ്. ആഹാ, ഇതാണ് എൻ്റെ പരിപാടി. ഈ ഇടയിൽ കുറച്ച് ഒട്ടുമൊക്കെ കൂടുന്നുണ്ട്. ഞാൻ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അമ്മയമ്മേ, 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 ഇത് കണ്ടോ? എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ട്രോഫി. കോഴിക്കോട് എൻ്റെ കൺമുമ്പിൽ നിന്ന് അവിടെ ഒരു ട്രോഫി. ഞാൻ എന്തോ സന്തോഷത്തോടെ അമ്മയെ കാണിക്കാൻ വന്നില്ല. അമ്മ അത് നോക്കി പോലില്ല. അച്ഛ അച്ഛ, കണ്ട ട്രോഫി. കോഴിക്കോട് എൻ്റെ കൺമുമ്പിൽ നിന്ന് അവിടെ ഒരു ട്രോഫി. ആണ് കാര്യത്തിൻ്റെ ഇടയിൽ അവിടെ ചെയ്യണ കാര്യം. മുമ്പേ നിങ്ങൾ എന്തുകൊണ്ടായിരുന്ന പറഞ്ഞത്, പക്ഷെ ഞങ്ങൾ കേമായി പോയി. ഞാൻ എൻ്റെ ഇഷ്ടമുള്ള പോലെ ചെയ്യും. താനാണെന്ന് ചോദിക്കാൻ ഇത് അഹങ്കാരി. നിങ്ങളെന്നെ തല്ലിയല്ലേ? ഞാൻ ഇന്നത്തെ നിങ്ങളുടെ കൂടെയുള്ള കോടതി അവസാനിപ്പിക്കുന്നത്. ഇന്ന് നമുക്ക് കോടതി വെച്ചിട്ട് ഞാൻ കുറേ നാളായിട്ട് ആലോചിക്കുക. നമുക്ക് ഇന്ന് ബഡ്ജറ്റ് ഒട്ടേതിൻ്റെ അടുത്ത് പോയി ഡിവോഴ്സ് നോട്ടീസിൽ ഒപ്പിട്ട് വാങ്ങാം. പക്ഷേ ഒരു കാര്യം, മോളൂട്ടിയെ എനിക്ക് വേണം. അങ്ങനെ മോളൂട്ടിയെ കൊണ്ടുപോകുന്ന താൻ വിചാരിക്കണ്ട. ചപ്പാലും ഞാൻ വിട്ട് തരില്ല. എന്നാൽ നീ തന്നെ എടുത്തോ. ആർക്കാണ് ഈ അസത്തിന്? ആഹാ, അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇപ്പം ഇതായിട്ടല്ലേ? താൻ തന്നെ എടുത്തോ. പറഞ്ഞ പിന്നാറുണ്ടോ? അയ്യോ, എൻ്റെ അച്ഛൻ നമുക്ക് എന്ത് പറ്റി? ഡിവോഴ്സ് എന്ന് പറഞ്ഞ എന്താണ്? എനിക്ക് ആരും ബാങ്ക് വാങ്ങിക്കത്തില്ല, എനിക്ക് ആരും ബുക്ക് വാങ്ങിക്കാനും. അയ്യോ അയ്യോ. നന്ദി. COVID-19 has affected our day-to-day lives and it's slowing down this global economy. This virus has affected thousands of people who are either sick or are being killed to the spreading of the diseases. The most common symptoms of this virus are fever, cold, cough, bone pain and breathing problems. Friends, we need hygienic protocols such as washing our hands perfectly, avoid face-to-face talking. We keep നമ്മുടെ ആകാശമിട്ടായി ഓൺലൈൻ കലോത്സവം ഇവിടെ അവസാനിക്കുകയാണ്. ഈ പ്രോഗ്രാമിന് വേണ്ടി നമ്മുടെ അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും കുട്ടികളുടെയും ഒരുപാട് കഠിന പ്രയത്നങ്ങളുണ്ട്.
ഈ കഠിന പ്രയത്നത്തിനെല്ലാം സ്നേഹപൂർവ്വം നന്ദി പറയുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സീനിയർ അസിസ്റ്റന്റ് ഡോക്ടർ യു ഷംല ടീച്ചർ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ആകാശമിഠായി എന്ന നമ്മുടെ ഓൺലൈൻ കലോത്സവത്തിൻ്റെ അവസാന ദിവസത്തെ പ്രക്ഷേപണത്തിനാണ് ഇന്ന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചത്. വളരെ ദിവസങ്ങളിലെ അധ്വാനമുണ്ടായിരുന്നു ഇതിനു പിന്നിൽ. തീർച്ചയായും ഇതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ പ്രവർത്തിച്ച ഒരുപാട് പേർക്ക് ഔപചാരികമായെങ്കിലും ഒരു നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആകാശമിഠായി എന്ന പേരിൽ ഒരു ഓൺലൈൻ കലോത്സവം നടത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ പരിപൂർണമായ പിന്തുണ നൽകിയ ഞങ്ങളുടെ PTA അംഗങ്ങൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ ബഹുമാന്യനായ പ്രിൻസിപ്പൽ അശോക് കുമാർ സർ, HM വിജയകുമാരി ടീച്ചർ, ഞങ്ങളുടെ PTA പ്രസിഡന്റ് MS തിരുമേനി സർ, SMDC കൺവീനർ ജോൺ വി ജോസഫ്, ഇവരെല്ലാവരും തന്നെ ഞങ്ങളോടൊപ്പം നിന്നു. രക്ഷിതാക്കളായ നിങ്ങളുടെയൊക്കെ ഒരു സഹകരണം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇതൊരു വിജയത്തിലെത്തിക്കാൻ സാധിച്ചത്. തീർച്ചയായും ഞങ്ങളുടെ കുട്ടികൾ അവരുടെ എല്ലാ കഴിവുകൾക്കും പ്രകടനങ്ങൾക്കും ഒരു വേദി ഒരുക്കുക എന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷകരമായ ഒരു അനുഭവം തന്നെയായിരുന്നു. സാധാരണ എജി ജോൺ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കലോത്സവം എന്നത് 3 ദിവസം നീണ്ടു നിൽക്കുന്ന അക്ഷരാർത്ഥത്തിൽ ഒരു നാടിൻ്റെ തന്നെ ഉത്സവമേളമായിരുന്നു. 3-ാം ദിവസം കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ഇട്ടുകൊടുത്ത് അവർ ഓഡിറ്റോറിയത്തിൻ്റെ നൃത്ത ചുവടുകൾ കൊണ്ട് മുഖരിതമാക്കുന്ന കുറേ നിമിഷങ്ങളാണ് സത്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് നഷ്ടമായത്. പക്ഷേ അതിനൊരു പരിധി വരെ വ്യക്തിഗത ഇനങ്ങൾ മാത്രമേ നമുക്ക് ഈ ഒരു കോവിഡ് സാഹചര്യത്തിൽ സാധ്യമായിരുന്നുള്ളൂ. എങ്കിൽ കൂടി അവർക്ക് ഒരുപാട് സാധ്യതകളുള്ള 20 ഐറ്റംസ് നമ്മൾ തിരഞ്ഞെടുക്കുകയും അതിനനുസരിച്ച് എല്ലാ ക്രമീകരണങ്ങളും ചിട്ടയായി നടത്തുകയും ചെയ്തു. ഒരുപക്ഷെ അവരെ നേരിട്ട് അല്ലെങ്കിൽ ഒരു ഓഫ്ലൈനായി നമ്മൾ നടത്തുന്ന ഒരു കലോത്സവത്തിനേക്കാളും ഒരുപാട് അധ്വാനം ഇതിന് പിന്നിലുണ്ടായിരുന്നു. തുടക്കം മുതൽ തന്നെ ഇതിൻ്റെ മത്സര ഇനങ്ങൾ എല്ലാം കൃഷ്ണൻകുട്ടി സാറിൻ്റെ നേതൃത്വത്തിൽ ആ മത്സര ഇനങ്ങൾ ക്രമീകരിച്ചു. പിന്നീട് അതിൻ്റെ കൺവീനറായ നിഷ ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെ ഓരോ ദിവസത്തെയും പരിപാടികൾ ചാർട്ട് ചെയ്തു. പിന്നെ ഒരുപറ്റം അധ്യാപകർ, ജഡ്ജസായി അധ്യാപകരും, അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള നൃത്ത ഇനങ്ങളിലും പാട്ടിനങ്ങളിലും ഒക്കെ പുറത്തുനിന്നുള്ള സാധാരണ നമ്മൾ നടത്താറുള്ളതുപോലെ ഉള്ള ജഡ്ജസിനെയും കൂടി വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് അയച്ചു കൊടുത്തുകൊണ്ട് തന്നെയായിരുന്നു ഇതിൻ്റെ ഒരു വിധി നിർണയവും നടന്നത്. കുഞ്ഞുങ്ങൾക്ക് അവർക്ക് അർഹതയുള്ളത് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് അനുസരിച്ച് അതിലെ യാതൊരു ഏറ്റക്കുറച്ചിലുകളും വരരുത് എന്ന് തീർച്ചയായും ഞങ്ങൾക്ക് എല്ലാവർക്കും നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ നമുക്കിവിടെ അതിഥിയായി എത്തി. ഓരോ ദിവസവും അതിഥിയായി ഒരുപാട് പ്രതിഭയുള്ള ആളുകൾ നമുക്ക് മുമ്പിൽ അണിനിരന്നിരുന്നു. അവർക്കൊക്കെ നന്ദി പറയുക എന്നതുകൂടി ഈ ഒരു സമയത്ത് എൻ്റെ കർത്തവ്യമാണ്. നമുക്ക് അതിഥികളായി എത്തിയ ശ്രീ രതീഷ് ഉമ്മർ, അരുൺ ഗാന്ധിഗ്രാം, ശ്രീ ദുർഗാ പ്രസാദ്, ശ്രീ ജീവൻ കുമാർ, ശ്രീ പ്രദീപ് പുരുഷോത്തമൻ, ശ്രീ ദീപക് നാരായണൻ എന്നിവരോടുള്ള അഗൈതവമായ നന്ദി ഞാൻ ആദ്യം തന്നെ രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ അന്തരിച്ച കോവിഡ് കാലത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞ പ്രഗത്ഭരെ ആദരിച്ചുകൊണ്ട് കലാ, സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രതിഭകളെ ഒക്കെ ആദരിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അവർക്കുള്ള ഒരു അർപ്പണം കൂടിയായിരുന്നു നമ്മുടെ ഈ ഒരു ഓൺലൈൻ കലോത്സവം. SBB എന്ന സംഗീത ചക്രവർത്തിക്ക് തന്നെ ആദരവർപ്പിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ ആകാശമിഠായി ഓൺലൈൻ കലോത്സവം ആരംഭിച്ചത് തന്നെ. അവിടെ പിന്നീട് അർജുനൻ മാസ്റ്റർ, സുഗതകുമാരി, ശ്രീ അനിൽ പനച്ചൂരാൻ, ശ്രീ മാത്തൂർ ഗോവിന്ദൻകുട്ടി മുതൽ ഗൗരിയമ്മ വരെ നീണ്ടു നിന്ന ഒരു പ്രശസ്തരുടെ ഒരു നിര അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തെ ആധാരമാക്കി അവർ തയ്യാറാക്കിയ ചെറിയ വീഡിയോ അവതരണത്തിലൂടെയായിരുന്നു നമ്മൾ ഓരോ ദിവസവും പരിപാടികൾ ആരംഭിച്ചത്. അതിൻ്റെ പിന്നിൽ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്, ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞു പോയ കുട്ടികളുണ്ട്. അവരോടൊക്കെയുള്ള ഒരു സ്നേഹവും ആദരവും ഒക്കെ ഞാനിവിടെ മനസ്സിൽ സൂക്ഷിക്കുകയാണ്. നമ്മളുടെ ഓരോ പരിപാടിക്കും ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിക്കൊണ്ട് നിന്ന നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളുണ്ടായിരുന്നു. കുട്ടികളുടെ ഓരോ പെർഫോമൻസും വീഡിയോയിലാക്കുകയും കൃത്യമായ അധ്യാപകർ നിർദ്ദേശിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ അത് എത്തിച്ചു തരുന്നതിനുമൊക്കെ അവർ കാണിച്ച ആ ഒരു പങ്കാളിത്തത്തിന് പ്രത്യേകം നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളും ഉണ്ടായിരുന്നു. പലപ്പോഴും എഡിറ്റിങ്ങിനും അതുപോലെ തന്നെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഓരോ സമയവും നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഉടനെ തന്നെ അതിനെ പ്രതികരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തന്ന ഒരുപറ്റം കുട്ടികൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. മേഘ, അനാമിക, അതുപോലെ തന്നെ വാണി, പാർവതി എസ് പിള്ളൈ തുടങ്ങിയ നിരവധി കുഞ്ഞുങ്ങൾ ഞങ്ങൾക്കൊരു താങ്ങായി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ശ്രീ മാത്തൂർ ഗോവിന്ദൻകുട്ടിയുടെ മകനായ ശ്രീ കുടമാളൂർ മുരളീകൃഷ്ണൻ സാർ അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് അവതരിപ്പിക്കുന്നതിനെ കുറച്ചുകൂടി എളുപ്പമാക്കി തീർത്തിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ പാരൻസ് നൃത്ത ഇനങ്ങളിൽ ആർദ്ര സന്തോഷിൻ്റെ അമ്മയായ ശ്രീമതി സ്വപ്ന കരുണാകരൻ,
നൃത്ത ചുവടുകളുമായി മാത്തൂർ ഗോവിന്ദൻകുട്ടി ആദരിക്കുന്ന ആ ഒരു പരിപാടിയിൽ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതും ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ബഹുമാന്യനായ ഞങ്ങളുടെ പ്രിൻസിപ്പൽ, അതുപോലെ ഞങ്ങളുടെ ഹെഡ് മിസ്ട്രസ്, ഇവർ രണ്ടുപേരും ഞങ്ങൾക്ക് തരുന്ന ഒരു സപ്പോർട്ട് കുറച്ചൊന്നുമല്ല ഞങ്ങളെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതിനൊക്കെ ഉപരി ഈ എല്ലാ പ്രോഗ്രാമുകളും കൃത്യമായി പറക്കം എന്ന ചാനലിലൂടെ ഏറ്റവും ഭംഗിയായി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് എല്ലാ ബലവും നൽകി ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജിൻസാർ. ഒരുപാട് രാത്രികളിലെ അധ്വാനമുണ്ട്, ഒരുപാട് സാറിൻ്റെ ഉറക്കങ്ങളോടൊക്കെ ഞങ്ങൾക്ക് തീരാത്ത ഒരു കടം വീടൽ കൂടിയുണ്ട്. കാരണം സാറ് ഒരുപാട് സമയം ഇതിനു വേണ്ടി അധ്വാനിക്കുന്നതുകൊണ്ടാണ് ഓരോ ദിവസത്തെയും പരിപാടികൾ ഇത്ര കൃത്യമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ നിഷ ടീച്ചർ, എല്ലാ ക്ലാസ് ടീച്ചേഴ്സും നൽകുന്ന പരിപാടികൾ, എല്ലാ ക്ലാസ് ടീച്ചേഴ്സിൻ്റെ ഒരു പരിപൂർണ്ണ പിന്തുണ ഇതിലുണ്ട്. ഇല്ലെങ്കിൽ ഈ ഒരു പരിപാടി ഇത്രയും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ഒരിക്കലും സാധിക്കുമായിരുന്നില്ല. അവർ നൽകുന്ന എല്ലാ പരിപാടികളും അതൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് അതിന് കൃത്യമായ അവതരണം, അതിന് വേണ്ട ആങ്കറിങ് ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് അത് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ തീർച്ചയായും അതിൻ്റെ പിന്നിലെ ഒരു കഠിനാധ്വാനം കാണാതെ വയ്യ. ഔപചാരികതയുടെ പേരിലെങ്കിലും ഞാൻ നിഷ ടീച്ചറിന് എൻ്റെ ഏറ്റവും വലിയ സ്നേഹവും ആദരവും കൂടി ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ അധ്യാപകരോടും എല്ലാവരുടെയും പങ്കാളിത്തം ഇവിടെയുണ്ട്, എല്ലാ കുഞ്ഞുങ്ങളോടും. അതുപോലെ നമ്മുടെ പരിപാടിയെ ഏറ്റവും നന്നായി വീക്ഷിക്കുന്ന നമ്മുടെ എല്ലാ PT അംഗങ്ങളോടുള്ള നന്ദിയും കടപ്പാടും കൂടി ഇവിടെ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഒപ്പം തന്നെ മീഡിയ, മാതൃഭൂമി, മനോരമ തുടങ്ങിയ റിപ്പോർട്ടർമാർ നമ്മളുടെ പരിപാടിയെക്കുറിച്ചുള്ള ആകാശമിഠായി എന്ന പേരിനെ തൊട്ട് തുടങ്ങി അതിനെക്കുറിച്ച് വളരെ വിശദമായ റിപ്പോർട്ടുകളായിരുന്നു അവരുടെ പത്രത്തിൽ കൂടി പങ്കുവച്ചത്. അപ്പോൾ പൊതുജനങ്ങളിലേക്ക് നമ്മളുടെ ഈ ഒരു കലോത്സവത്തെ എത്തിക്കാൻ അവർക്ക് ഞങ്ങൾക്ക് സഹായകമായത് തീർച്ചയായും ഈ ഒരു മീഡിയയുടെ സഹായം കൊണ്ടുകൂടിയാണ്. അതുപോലെ തന്നെ BRCയിലെ അധ്യാപകർ, ഡയറ്റിലെ അധ്യാപകർ എന്ന് വേണ്ട എല്ലാ രീതിയിലും ഞങ്ങളുടെ ബഹുമാന്യനായ DO എല്ലാവരുടെയും ഒരു പിന്തുണയും പ്രോത്സാഹനവും ഒക്കെ ഈ ഒരു സംരംഭത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. ഒപ്പം കോവിഡ് കാലത്ത് നമ്മുടെ ഈ പരിപാടിക്ക് ശേഷവും ഒക്കെ നമ്മളെ വിട്ടുപിരിഞ്ഞ നെടുമുടി വേണുവിനെ പോലെയുള്ള മഹാനടന്മാർ ഇനിയും അനുസ്മരിക്കാൻ നമുക്ക് ബാക്കിയുണ്ട്. തീർച്ചയായും ഓരോ മലയാളിയുടെയും മനസ്സിലായിരിക്കും നമ്മൾ ഇവർക്കുള്ള ഒരു അനുസ്മരണം. ഇവരുടെ ചലച്ചിത്രങ്ങളിലൂടെ, ഇവരുടെ ഗാനങ്ങളിലൂടെ ഒക്കെ നമ്മളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഈ മഹാപ്രതിഭകളെ ഒരിക്കൽ കൂടി ആദരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു.